വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനും ജോലി ചെയ്യാനും താല്പര്യമുള്ളവരാണ് ഇന്ത്യയിലുള്ളത്. പലർക്കും കൂടുതൽ പ്രിയം കാനഡയോടാണ്. അത്തരത്തിൽ ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് കുടിയേറ്റക്കാരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. ഇന്ത്യയിൽ കൂടാതെ മറ്റ് പല രാജ്യങ്ങളും വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി കാനഡ തിരഞ്ഞെടുക്കാറുമുണ്ട്. അടുത്ത കാലത്തായി ഇന്ത്യയും കാനഡയും തമ്മിൽ അത്ര നല്ല ബന്ധമല്ലെന്നും എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഇതാ ഇരു രാജ്യങ്ങളുടെ ബന്ധം കൂടുതൽ വഷളാക്കുന്ന തരത്തിൽ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. പരിശോധിക്കാം വിശദമായി. ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് സ്റ്റുഡൻസ് വിസയുടെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇഡി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. US കാനഡ അതിർത്തിയിൽ കൊടും ശൈത്യത്തിൽ മനുഷ്യക്കടത്തുകാർ ഉപേക്ഷിച്ച ഗുജറാത്തി കുടുംബം മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനിടെയാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. 2022 ജനുവരി 19 കൊടും ശൈത്യത്തിൽ 4 അംഗ കുടുംബം മരവിച്ച് മരിച്ച വാർത്ത പുറത്തു വരുന്നത്. 39 വയസ്സുള്ള ജഗദീഷ് പട്ടേൽ, 35 വയസ്സുള്ള ഭാര്യ വൈശാലി, ഇവരുടെ 11 വയസ്സുകാരിയായ മകൾ, 3 വയസ്സുകാരനായ മകനുമാണ് അനധികൃതമായി US കടക്കാനുള്ള ശ്രമത്തിനിടെ മരിച്ചത്. കനത്ത മഞ്ഞുവീഴ്ചയ്ക്കിടെ മനുഷ്യക്കടത്തുകാർ ഇവരെ അതിർത്തിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ കേസിൽ പ്രതികളായ ഏജന്റുമാർക്കെതിരെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസുമുണ്ട്. ഇതിൽ നടത്തിയ അന്വേഷണത്തിലാണ് മനുഷ്യക്കടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. കാനഡയിലെ 260 കോളേജുകൾ ഉൾപ്പെടെ മനുഷ്യക്കടത്തുകാരുടെ ഒരു അന്താരാഷ്ട്ര സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നുവെന്ന് ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റുഡന്റ് വിസ വഴി ഇന്ത്യൻ പൗരന്മാരെ കാനഡ വഴി US എത്തിക്കുമെന്നാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത്. ഇതിനായി 55 മുതൽ 60 ലക്ഷം രൂപ വരെയാണ് ഈടാക്കുന്നത്. വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ കാനഡയിലെത്തി കഴിഞ്ഞാൽ കോളേജുകളിൽ ചേരുന്നതിന് പകരം US കാനഡ അതിർത്തി കടക്കുന്നു. പിന്നീട് കോളേജുകളിൽ അടച്ച ഫീസ് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു എന്നാണ് ഇഡി പറയുന്നത്. ഡിസംബർ 10 മുതൽ 19 വരെ മുംബൈ, നാഗ്പൂർ, ഗാന്ധിനഗർ, വഡോദര എന്നിവിടങ്ങളിലെ 8 കേന്ദ്രങ്ങളിൽ ഇഡി നടത്തിയ റെയ്ഡിൽ മുംബൈയും നാഗ്പൂരും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 2 ഏജന്റുമാർ മുഖേന പ്രതിവർഷം 35,000-ഓളം ആളുകൾ അനധികൃതമായി വിദേശത്ത് കുടിയേറുന്നതായി കണ്ടെത്തി. ഗുജറാത്തിൽ 1700-ഓളം ഏജന്റുമാരും ഇന്ത്യയിലുടനീളം 3500-ഓളം പേരും ഈ സംഘത്തിലുണ്ട്. ഇതിൽ 800-ലധികം പേരും നിലവിൽ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് സജീവമാണ്. പരിശോധനയിലൂടെ 19 ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപങ്ങൾ ഇഡി മരവിപ്പിക്കുകയും 2 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും കുറ്റകരമായ രേഖകളും ഡിജിറ്റൽ ഉപകരണങ്ങളും പരിശോധനയിൽ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇത് വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുമെന്നതിൽ സംശയമില്ല. ഖലിസ്ഥാൻ പ്രശ്നമാണ് ഇന്ത്യ കാനഡ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയത്. ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജറുടെ വധത്തിൽ ഇന്ത്യൻ രഹസ്യ അന്വേഷണ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന് 2023 സെപ്റ്റംബറിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചിരുന്നു. ഇതുകൂടാതെ നിജാർ കേസിൽ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് താൽപര്യമുണ്ടെന്നും കനേഡിയൻ പോലീസും ആരോപണമായി രംഗത്തെത്തിയിരുന്നു. അതിനിടയിൽ ഇത്തരത്തിൽ മനുഷ്യക്കടത്ത് നടത്തുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെ കൂടുതൽ നടപടി രാജ്യം സ്വീകരിക്കുമെന്നതും ഉറപ്പാണ്. എന്നാൽ കാനഡയുടെ വാർഷിക ബജറ്റിന്റെ 30% സംഭാവന ചെയ്യുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. 19 ലക്ഷത്തിലേറെ വരുന്ന ഇന്ത്യക്കാർ ഇന്ന് കാനഡയിലെ നിർണായക ജനസമൂഹമാണ്. പരസ്പരം ആവശ്യമുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും കാനഡയും. ഇന്ത്യ കാനഡ ബന്ധം മോശമാകുമ്പോൾ അത് കാനഡയിൽ പഠനം നടത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെയും കാനഡയിൽ സ്ഥിര താമസമാക്കിയിട്ടുള്ളവർക്കും ഒരു അടി തന്നെയാണ്.